അടുത്തതായി എന്നെ പ്രസംഗിക്കാൻ വിളിക്കുന്നു. 1:30 ഇവിടെ വരാന്ന് പറഞ്ഞ സമയം 11, 12, 1, 2.5 മണിക്കൂർ ഡിലേ ആണ്. 2.5 മണിക്കൂർ ഡിലേ. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത് അറിയാം. ഇന്നലെയൊക്കെ 8 മണിക്ക് പറഞ്ഞ പോയിന്റിൽ ഞാൻ എത്തുന്നത് ഇന്ന് പുലർച്ചെ 4 മണിക്കാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിശ്ചയിക്കുന്ന പോയിന്റുകൾ 10ഓ 20ഓ ഉണ്ടാവും. പക്ഷേ ജനങ്ങളുടെ നിശ്ചയം വേറെയാണ്. അവര് സ്വന്തം നിലക്ക് 10ഓ 50ഓ പോയിന്റിൽ വണ്ടി നിർത്തിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് അവർ വിടുന്നുള്ളൂ. അതാണ് വടകരയുടെ നിറഞ്ഞ സ്നേഹം. രാവിലെ 9 മണിക്ക് തുടങ്ങി പുലർച്ചെ 4 മണി വരെ പരിപാടി പങ്കെടുക്കുമ്പോഴും ആ 4 മണിയുടെ പോയിന്റിൽ പോലും ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പാർലമെന്റ് മണ്ഡലം ഇന്ന് കേരളത്തിൽ ഉണ്ടെങ്കിൽ അത് വടകരയാണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും. അതാണ് വടകരയുടെ സ്നേഹം. ഞാൻ അതുകൊണ്ട് ദീർഘമായിട്ടൊന്നും കടന്നു പോകുന്നില്ല. ഇപ്പൊ തന്നെ 2.5 മണിക്കൂർ ലേറ്റാണ്. അപ്പൊ ഈ ഇലക്ഷൻ കമ്മിറ്റിക്കാരാണ് എന്നോട് പറയാം, നിങ്ങൾ ഈ സെൽഫി എടുക്കലൊന്നും നിർത്തണം, നിങ്ങൾ ആൾക്കാരെ കാണുമ്പോൾ പുറത്തിറങ്ങലൊന്നും നിർത്തണം, നിങ്ങൾ കൈ വീശിയാൽ. നമ്മുടെ ഒരു കൂട്ടം ആൾക്കാർ അവിടെ നിൽക്കുമ്പോൾ എങ്ങനെ മൈൻഡ് ചെയ്യാതെ പോകാൻ പറ്റുമോ? അപ്പൊ ഞാനൊന്ന് ഇറങ്ങി മൈൻഡ് ചെയ്യും. അപ്പൊ 5 മിനിറ്റ് പോകും, അല്ലെങ്കിൽ 10 മിനിറ്റ് പോകും. അങ്ങനെ 10 സ്ഥലത്തായ 1.5 മണിക്കൂറായി. അങ്ങനെ നീണ്ടു പോവാ. ഇതിന്റെ സമാധാനം കെടുത്തുന്ന ഭരണവീഴ്ചകളെയും ഈ നാടിന്റെ സ്വസ്ഥ ജീവിതം ഇല്ലാതാക്കുന്ന ബോംബ് രാഷ്ട്രീയത്തെയും നമുക്ക് പരാജയപ്പെടുത്തണം. ബോംബിനേക്കാൾ, വാളിനേക്കാൾ, വെട്ടിനേക്കാൾ കരുത്ത് വോട്ടിനുണ്ട് എന്ന് ഈ ജനാധിപത്യ സമൂഹം തിരിച്ചറിയും. അതുകൊണ്ട് ഈ നട്ടുച്ച വെയിലത്ത് പോലും ഇങ്ങനെ കൈക്കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരും ഉമ്മമാരും ഉൾപ്പെടെ നൽകുന്ന ഈ ഉജ്ജ്വല സ്വീകരണത്തിന് ഞാൻ വാക്കുകൊണ്ട് നന്ദി പറയുന്നില്ല. എൻ്റെ പ്രവൃത്തിയിൽ ഇതിനുള്ള നന്ദി ഞാൻ കാണിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ഓടിപ്പോയിട്ട് വരാം. സെൽഫി നമുക്ക് ഇനി കാണുമ്പോൾ എടുക്കാം. ഇപ്പൊ ഞാനൊന്ന് പോയിട്ട് വരാം കേട്ടോ. പോയിട്ട് വരട്ടെ. വേഗം ഒന്ന് കൈയടിച്ച് പാസ്സാക്കണം എല്ലാവരും. താങ്ക് യു.